ഫൈസി, ഫൈസി, കൊന്നടാ, അവന്മാര് കൊന്നടാ അവനെ. ഇച്ചായ, നിങ്ങളിത് ആരുടെ കാര്യ പറയുന്നേ? എടാ, നമ്മുടെ ഒപ്പം ഉണ്ടായിരുന്ന ആ കൽക്കട്ടക്കാരൻ പയ്യനല്ലേ, അവനെ. നിങ്ങളിത് എന്തൊക്കെ ഇച്ചായ പറയുന്നേ? ഞാൻ കേട്ടതാണ് അവന്മാര് പരസ്പരം പറയുന്നത്. ഇന്നലെ രാത്രി അവൻ ഇവിടുന്ന് രക്ഷപ്പെടാൻ നോക്കിയതിനാ ആ പന്നികളൊക്കെ അവനെ കൊന്നു കളഞ്ഞ്. നമ്മുടെ വിധി ഇതുപോലൊക്കെ തന്നെ ആയിരിക്കും. ഇവന്മാര് നമ്മളെ ഇവിടെ ഇട്ട് കൊല്ല ചെയ്യാൻ തുടങ്ങിയിട്ട് ഇപ്പൊ മാസം 2 കഴിഞ്ഞു. ഇത്രയും നാളും ജീവൻ നിലനിർത്താൻ വേണ്ടിയെങ്കിലും എന്തേലും തരുമായിരുന്നു. ഇനി അങ്ങോട്ട് അതും പ്രതീക്ഷിക്കണ്ട. ഇച്ചായ, വിഷമിക്കണ്ട. പടച്ചോൻ എന്തേലും വഴി കാട്ടി തരാതിരിക്കില്ല. എനിക്ക് തോന്നണില്ല മോനെ, ഈ മരുഭൂമി കിടന്ന് ചാവാനാ നമ്മുടെ വിധി. അടുത്ത മാസം എന്റെ മോളുടെ കല്യാണമാണത്. ഫൈസി, കരയല്ലേ മോനെ. നിന്റെ അവസ്ഥ ഇപ്പൊ ഏകദേശം ഒരുപോലെ. ഞാൻ നിന്നെ എന്ത് പറഞ്ഞ് ആശ്വസിപ്പിക്കണം? ഞാനൊന്നും ഓർക്കുന്നില്ല ഇച്ചായ. എന്റെ വിധി എന്താണെന്ന് പടച്ചോൻ തീരുമാനിച്ചിട്ടുണ്ട്. അതങ്ങനെ നടക്കും. സൈനവനെ മക്കളെ ഓർക്കുമ്പോ ചങ്ക് പൊട്ടുക. ജീവിച്ച് കൊതി തീർന്നില്ല. എനിക്കൊപ്പം എല്ലാം ഉപേക്ഷിച്ച് വന്നൊരു പാവം പെണ്ണവള്. അവൾക്ക് ഞാനല്ലാതെ ആരുമില്ല. എന്റെ പെണ്ണിനെ മക്കളെ എനിക്കിനി കാണാൻ പറ്റുമെന്ന് തോന്നുന്നില്ല ഇച്ചായ. കരയല്ലേ മോനെ, ദൈവം എന്തെങ്കിലും വഴി കണ്ടിട്ടുണ്ടാവും. നീ വിഷമിക്കണ്ട. നീ വാ, അവന്മാരിപ്പോ വരും. പറഞ്ഞ പണി ചെയ്ത് തീർത്തില്ലെങ്കിൽ ഇന്നലത്തെ പോലെ ചാട്ടവാറടി കൊള്ളേണ്ടി വരും. ഇനി ഒരടി താങ്ങാനുള്ള ശേഷിയൊന്നും എന്റെ ഈ ശരീരത്തിനില്ല. ഉമ്മച്ചി എന്തിനാ കരയുന്നേ? ഞാൻ കുറച്ച് ദിവസം കൊണ്ട് ശ്രദ്ധിക്കുവാ. അതിന് ഉമ്മച്ചി കരഞ്ഞില്ലല്ലോ. ഇല്ല, ഉമ്മച്ചി കള്ളം പറയുക. ഉമ്മച്ചി കരയുന്ന ഞാൻ കണ്ടല്ല. ഉമ്മച്ചി കരയല്ലേ? ഉമ്മച്ചി കരയുന്നത് ഉപ്പച്ചിക്ക് ഇഷ്ടമല്ലെന്നറിയാലോ. ഇല്ല, ഉമ്മച്ചി കരയില്ല. സബീർ എന്ന് നിന്നേ. ഈശാനി മോള് കരഞ്ഞുകൊണ്ട് പോന്ന കണ്ടല്ലോ. എന്താ പ്രശ്നം? ഡോക്ടർ എന്താ പറഞ്ഞേ? ഇനി എന്ത് പറയാനാ ഉമ്മ? അവസാനത്തെ പ്രതീക്ഷയുമായിരുന്നു, അതും പോയി. ഡോക്ടർമാർ തീർത്തും പറഞ്ഞു ഇഷാനിക്ക് ഒരു അമ്മയാകാൻ കഴിയില്ലെന്ന്. എന്റെ പടച്ചോനെ, എന്താ ഇത്? ഉമ്മ ഇനി അവളോടൊന്നും ചോദിക്കാൻ നിൽക്കണ്ട. അവളാകെ സങ്കടത്തില. സൈനു, വേണ്ട ഫൈസി, എന്റെ വയറ് നിറഞ്ഞു. ഇനി കഴിച്ച എന്റെ വയറ് പൊട്ടും കേട്ടോ. അങ്ങനെയൊന്നും ഈ വയറ് പൊട്ടൂല. ഇതൂടെ കഴിക്കേ. ഫൈസി, കഴിക്കേ. നല്ല മോളല്ലേ.
സൈനു, ദേ നിന്നെ കാണാൻ ഒരാള് വന്നിരിക്കുന്നു. ആ ദാ വരുന്നേ ചേച്ചി. ഓ എന്റെ സൈനു, ഒന്ന് സൂക്ഷിച്ചിറങ്ങ. ഇതാ അയ്യേ, എന്റെ കുട്ടി കരയുവാ. ആഹാ, ഇതാ ഇത്തയോ? വാ വാ വാ, അകത്തേക്കിരിക്കാം. ഇത്തേക്ക് എന്താ കുടിക്കാൻ എടുക്കണ്ടേ? ഏയ്, എനിക്കൊന്നും എടുക്കണ്ട. ഞാനിപ്പോ ഒരു കല്യാണം കൂടിയിട്ട് വന്നേ ഉള്ളൂ. അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഇത്ത ആദ്യമായിട്ടല്ല ഇങ്ങോട്ട് വരുന്നത്. അപ്പൊ ഒരു ഗ്ലാസ് വെള്ളമെങ്കിലും കുടിച്ചിട്ട് പോയാ മതി. നിന്നോട് ഞാൻ സുഖമാണോന്ന് ചോദിക്കുന്നില്ല. എനിക്കറിയാം നീ ഇവിടെ ഒരുപാട് സന്തോഷവതിയാന്ന്. അവിടെ എല്ലാരും എന്ത് ഇത്ത ഇങ്ങോട്ട് വന്നതറിഞ്ഞ ഇക്കാക്ക് വഴക്ക് പറയില്ലേ? അതിനവരവിടെ ഉണ്ടായിട്ട് വേണ്ടായോ? ഉപ്പയും സബീർ 2 ദിവസമായിട്ട് മൂന്നാറില്ല. അപ്പോ ഉമ്മയോ? അവിടെയുണ്ട്. കഴിഞ്ഞിടയ്ക്ക് നിന്നെയും കൊണ്ട് ഫൈസി ഹോസ്പിറ്റലിൽ നിന്നും പോകുന്നത് ഞങ്ങൾ കണ്ടിരുന്നു. നിന്നെ കണ്ടപ്പോ തന്നെ ഉമ്മാന്റെ കണ്ണൊക്കെ നിറഞ്ഞ്. നിനക്കിപ്പോ എത്ര മാസമായി? 7 കഴിഞ്ഞു. നീ ഇനി ഒരുപാട് ശ്രദ്ധിക്കണം ഫൈസി. ഞാൻ ശ്രദ്ധിച്ചോളാം ഇത്ത. അതെനിക്കറിയാം, നീ ഇവളെ പൊന്നു പോലെയാ നോക്കുന്നേന്ന്. എങ്കി പിന്നെ ഞാൻ ഇറങ്ങട്ടെ മോളെ. ഉമ്മ അവിടെ തനിച്ചേ ഉള്ളൂ. ശരി ഇത്ത. അയ്യോ, വന്ന കാര്യം മറന്നു. ഫൈസി, നീ ഒന്ന് വന്നേ. ഇതാ വരുന്നിത്ത. എന്താ ഇത്ത ഇതൊക്കെ? സത്യം പറഞ്ഞ ഞാൻ ഇത് തരാൻ വേണ്ടിയാ ഇങ്ങോട്ട് വന്നത്. എന്നാലും ഇതൊന്നും വേണ്ടായിരുന്നു ഇത്ത. ആഹാ, നീ ഇതെന്തിനു വർത്താനം പറയുന്നത്? നിന്റെ വയറ്റിൽ കിടക്കുന്നതേ അങ്ങ് പള്ളേത്ത് ചോരയാ. അപ്പൊ ഞങ്ങൾക്കും ഇതിൽ അവകാശമൊക്കെ ഉണ്ട്. എന്റെ കുട്ടി ഈ ഭക്ഷണമൊക്കെ കഴിച്ച് നല്ല ആരോഗ്യമുള്ള ഒരു കുഞ്ഞിനെ ഇങ്ങ് തന്നേക്കണം കേട്ടോ. എങ്കിൽ പിന്നെ ഞാൻ ഇറങ്ങുന്നു. വല്ലപ്പോഴൊക്കെ അവരെ കണ്ണുകെട്ടിച്ച് വരാം. ശരി ഇത്ത. പാവയിത്ത, കല്യാണം കഴിഞ്ഞിട്ട് ഇപ്പൊ 1 വർഷം കഴിഞ്ഞില്ലേ? കുട്ടികളില്ലാത്തതിന്റെ വിഷമം ഇത്തയ്ക്കുണ്ട്. അത് പിന്നെ ഇല്ലാതിരിക്കോ? ഇത്ത ആകെ ക്ഷീണിച്ചു. നിന്നോടുള്ള വാശിപ്പുറത്തല്ലേ നിന്റെ ഉപ്പ എടിപിടിന്ന് സബീർ ഖാന്റെ ഇത്തേന്റെ കല്യാണം നടത്തി. അവരുടെ സ്വഭാവം വെച്ച് ഇനി എന്തൊക്കെ പറയുമോ എന്തോ. ഏയ്, അങ്ങനെയൊന്നും ഉണ്ടാവില്ല. എന്റെ ഉപ്പയൊക്കെ അത്രയ്ക്ക് ക്രൂരന്മാരൊന്നും അല്ല. ഓ, ചിരിക്കണ്ട. ഞാൻ ചിരിക്കും. അയ്യടാ. ഓ നാശം, ഇവറ്റുകൂടെ നമ്മളെ ദ്രോഹിക്കാൻ തുടങ്ങിയിരിക്കുന്നു. സൈനു, ഹലോ സാർ, പറഞ്ഞു. ജോൺ, എന്തായി? വല്ല വിവരവും കിട്ടിയോ? ഇല്ല സാർ, ഇനി കാര്യങ്ങളൊന്നും മറച്ചു വെക്കേണ്ടെന്നാണ് എന്റെ ഒരു അഭിപ്രായം. ഞാൻ പോയി നേരിട്ട് ആ കുട്ടിയോട് സംസാരിക്കാം. അത് തന്നെയാണ് നല്ലതെന്ന് എനിക്കും തോന്നുന്നു. ഞാനും എന്റേതായ രീതിയിൽ ഇവിടെ ഒന്ന് അന്വേഷിക്കുന്നുണ്ട്. അയാളെ ഇവിടെ കൊണ്ടുവന്ന് സ്പോൺസറായി സംസാരിച്ചപ്പോ അങ്ങേരെ അങ്ങും ഇങ്ങും തൊടാതെ എന്തൊക്കെയോ പറഞ്ഞു. അത് പിന്നെ അങ്ങനെയല്ലേ വരൂ സാർ. കാര്യത്തോടെടുക്കുമ്പോ എത്ര വേണ്ടപ്പെട്ടവരാണെന്ന് പറഞ്ഞാലും അവരോരോ കാര്യമേ നോക്കൂ. അതെ സാർ, ഞാനിവിടെ ഒന്നുകൂടൊന്ന് തിരക്കട്ടെ. നമ്മളെയും കൊണ്ട് ഇതൊക്കെയല്ലേ ചെയ്യാൻ പറ്റൂ.
ഞാൻ ആ കുട്ടീനെ കണ്ടൊന്ന് സംസാരിക്കട്ടെ. ഓക്കെ ജോൺ, താൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്നെ വിളിക്കണം. ശരി സാർ. ഓക്കെ. നിങ്ങൾ ഇത് എന്തോന്ന് മനുഷ്യ, തിന്നാൻ വേണ്ട കുടിക്കാൻ വേണ്ട, പ്രഷർ ഷുഗർ ഒക്കെ ഉള്ളതാ. മറ്റുള്ളവർക്ക് വേണ്ടി ഈ നല്ല കാര്യങ്ങളൊക്കെ ചെയ്യുന്നതിന് ഞാനൊന്നും പറയുന്നില്ല, പക്ഷെ അതിനിടയ്ക്ക് സ്വന്തം കാര്യം മറന്നു പോവരുത്. നീ ഒന്ന് അടങ്ങ ചന്ദ്ര. നമ്മളൊക്കെ ഇത്ര പ്രായമായില്ലേ, ഇനി ജീവിച്ചാൽ എന്താ മരിച്ചാൽ എന്താ. പക്ഷെ കുഞ്ഞു പ്രായത്തിൽ സ്വന്തം കുടുംബം പോറ്റാൻ വേണ്ടി വന്ന കുറെ അധികം ആളുകൾ ഇവിടെ ഉണ്ട്. അതിലുള്ള 2 മലയാളികളെ ഇവിടെ കാണാണ്ടായിരിക്കുന്നത്. എവിടെയാണെന്നോ എന്താണെന്നോ, ജീവിച്ചിരിപ്പുണ്ടോ മരിച്ചോ എന്തൊന്നും അറിയില്ല. അവരെ എങ്ങനെയെങ്കിലും കണ്ടുപിടിക്കണം. നിങ്ങളോട് പറയാൻ ഞാനില്ല, വല്ലപ്പോഴെങ്കിലും എന്റെയും കൂടെ കാര്യം ആലോചിക്കണം. എനിക്ക് നിങ്ങളല്ലാതെ മറ്റാരുമില്ല. നീ എവിടെയാ? എനിക്ക് പേടിയാവണുണ്ട്. ഇത്രയും നാളായിട്ട് ഒരു കത്ത് പോലുമില്ല. ഇന്ന് ഞാൻ ശരിയാക്കി കൊടുക്കുന്നുണ്ട്. ഡി അകത്ത് കയറി ഒളിച്ചിരിക്കാതെ ഇങ്ങോട്ട് ഇറങ്ങടി. ഡി സൈനു, നിന്നോട് ഒളിച്ചിരിക്കാതെ ഇങ്ങോട്ട് പാടി. എന്താടി നിന്റെ നാം ഇറങ്ങിപ്പോയോ? നിനക്ക് ഇനി ഒരു അവധി എന്റെ കയ്യിൽ നിന്ന് കിട്ടുമെന്ന് പ്രതീക്ഷിക്കണ്ട. തരാനുള്ള മുതലും പലിശ എനിക്ക് ഇപ്പൊ കിട്ടണം. മാസം 3-5 കഴിഞ്ഞ് ഇതുവരെയായിട്ട് മുതലും ഇല്ല പലിശയില്ല. നാണക്കെട്ട വർഗങ്ങള്. മനുഷ്യ, നിങ്ങൾ ഇങ്ങോട്ടേക്ക് വരുന്നുണ്ടോ? വെറുതെ ഒരു വഴിക്കിന് പോവണ്ട. നീ അങ്ങോട്ട് മാറി നിക്കടി. എന്താടാ? ഇത് കൊണ്ടുപോയിക്കോ. ഇതിലുള്ള പൈസ മുഴുവൻ ഉപ്പൂപ്പ എടുത്തോ. എന്റെ ഉമ്മച്ചീനെ മാത്രം വഴക്ക് പറയല്ലേ. അമലു, അത് വേണ്ട. വേണ്ട ഉമ്മച്ചി, വാപ്പച്ചി വരുമ്പോ എനിക്ക് വേറെ സൈക്കിള് വാങ്ങി തന്നോളും. ഇതിപ്പോ ഉപ്പൂപ്പ എടുത്തോട്ടെ. ഇത് വാങ്ങിച്ചോ. ഉപ്പൂപ്പ വേണ്ട. നീ തന്നെ വെച്ചോ. ഞാനിത് വാങ്ങിയ പഠിച്ചോൻ പോലും എന്നോട് പൊറുക്കില്ല. അപ്പൊ ഉപ്പൂപ്പ ഇനി എന്റെ ഉമ്മച്ചീനെ വഴക്ക് പറയില്ലല്ലോ. ഇല്ല. റസിയ, പോവാ. ഉമ്മച്ചി എന്തിനാ ഇനി കരയുന്നേ? ആ വല്യപ്പേര് ഉമ്മച്ചീനെ വഴക്ക് പറയില്ലല്ലോ. മക്കൾ ഇവിടെ ഇരിക്കും, ഉമ്മച്ചി ഇപ്പൊ വരാം. ഉമ്മച്ചി പോയിട്ട് വന്നു. ഞങ്ങൾ ഇവിടെ വഴക്കുണ്ടാക്കാതിരുന്നോളാം. കുട്ടേട്ടാ. ആഹാ, ഇതാര് സൈനോ? എന്താ മോളെ? അത് മാസം 3-4 ഇക്കാന്റെ വിവരം ഒന്നുമില്ല. എനിക്കെന്തോ പേടി പോലെ. ആഴ്ച ഒരിക്കല് മുടങ്ങാതെ കത്തയച്ചോണ്ടിരുന്നത്. എന്നിട്ട് നീ ഇതിപ്പോഴാണോ പറയുന്നേ? അത് ഞാൻ ഓർത്തു അവിടെ എന്തെങ്കിലും തിരക്കായിരിക്കുമെന്ന്. മോള് വിഷമിക്കണ്ട. എനിക്കറിയാവുന്ന ഒരാളുണ്ട്, ഒരു ജോൺ. അയാള് കുറച്ചു കാലമായി കിടപ്പില്ല. ഒരു ആക്സിഡന്റിൽ അയാളുടെ ഒരു കാലേറ്റ് പോയി. പേടിക്കണ്ട, അയാൾക്ക് പുറത്തുള്ളവരുമായിട്ടൊക്കെ നല്ല ബന്ധമാ. നമുക്ക് കാര്യം അയാളോട് പറയാം. അയാള് നമ്മളെ എങ്ങനെയെങ്കിലും ഹെൽപ്പ് ചെയ്യാണ്ടിരിക്കില്ല. എനിക്ക് എത്രയും പെട്ടെന്ന് അയാളെ പോയി കാണാൻ കുട്ടേട്ട. എങ്കിൽ പിന്നെ മോള് മക്കളെ കൊണ്ടുവന്ന് ഇവിടെ കൊണ്ടിരുത്ത. ഇവിടെയാകുമ്പോ പിള്ളേരൊക്കെ ഉണ്ടല്ലോ. ശരി കുട്ടേട്ട. എന്റെ സൈനുവിന് ഈ കത്തൊരിക്കലും നിന്റെ കയ്യിൽ കിട്ടില്ല എന്ന് എനിക്കറിയാം. എന്നാലും എഴുതാതിരുന്ന എന്റെ ഹൃദയം തന്നെ പൊട്ടിപ്പോകും. മരുഭൂമിയിലെ ഈ അവസാന രാത്രിയിൽ എനിക്ക് കൂട്ടായുള്ളത് നിന്റെ ഓർമ്മകൾ മാത്രമാണ്. നിന്റെ ഒപ്പം ജീവിച്ചെനിക്ക് കൊതി തീർന്നില്ല. നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പിന്നോക്കാക്കി വെച്ചു. ഒരുമിച്ച് ചിരിക്കാൻ, ഒരുമിച്ച് വയസ്സാവാൻ,
നമ്മുടെ മക്കളുടെ വളർച്ച കാണാൻ. എല്ലാം ഞാൻ പാതി വഴിയിൽ ഉപേക്ഷിച്ചു പോവുകയാണ്. ഇവിടെ വിശപ്പന്റെ ശരീരം തിന്നുകൊണ്ടിരിക്കുന്നു. ഇവിടുത്തെ ചൂട് മാത്രമല്ല, നിശബ്ദത എന്നെ കൊല്ലുന്നു. വിശപ്പിനേക്കാൾ ഭീകരം നിന്റെ മുഖം ഓർമ്മയിൽ തെളിയുമ്പോ വരുന്ന വേദനയാണ്. ഒരു തുള്ളി വെള്ളത്തിനേക്കാൾ നിന്റെ കൈകളുടെ തണുപ്പാണ് ഞാനിപ്പോൾ തേടുന്നത്. സൈനു, ഞാൻ പോയ നീ ശക്തിയോടെ നിൽക്കണം. നമ്മുടെ മക്കളോട് പറയണം, അവരുടെ ഉപ്പച്ചി നിങ്ങളെ വിട്ട് പോയതല്ല, നിങ്ങളെ ഓർത്ത് അവസാന ശ്വാസം വരെ ജീവിച്ചവനാണെന്ന്. രാത്രിയിൽ അവർ ഉപ്പച്ചിയെ ചോദിച്ച എന്റെ പേര് പറഞ്ഞ് കരയരുത്. പകരം തിരിച്ചുകൊണ്ട് പറയണം, നിങ്ങളുടെ ഉപ്പച്ചി ഒരു നക്ഷത്രമായി നമ്മളെ നോക്കി നിൽക്കുകയാണെന്ന്. സൈനു, നിനക്ക് ഞാൻ വാഗ്ദാനം ചെയ്ത ജീവിതം പൂർത്തിയാക്കാൻ എനിക്കായില്ല. നിന്റെ കണ്ണുകളിൽ ഞാൻ കണ്ട സ്വപ്നങ്ങൾ ഇവിടെ ഈ മണലിൽ തീരുകയാണ്. എന്നോട് ക്ഷമിക്കണം. നിനക്ക് അർഹമായ ഭർത്താവായി അവസാനം വരെ നിലകൊള്ളാൻ എനിക്കായില്ല. എങ്കിലും ഒരുപാട് ഉറപ്പോടെ ഞാൻ പറയുന്നു, നിന്നെ സ്നേഹിച്ചതിൽ ഒരു നിമിഷം പോലും ഞാൻ പശ്ചാത്താപിച്ചിട്ടില്ല. നീ എന്റെ ജീവിതത്തിലെ ഏറ്റവും മനോഹരമായ അധ്യായമായിരുന്നു. ഞാനില്ലാതെ ആയാലും നീ ഒരിക്കലും സങ്കടപ്പെടരുത്. എന്റെ ആത്മാവ് എപ്പോഴും നിങ്ങൾക്കൊപ്പം ഉണ്ടാവും. സൈനു, ഒരിക്കൽ കൂടി എല്ലാത്തിനും മാപ്പ്. നിനക്കൊപ്പം നല്ലൊരു ജീവിതം. ഞാനിത് ഇവിടെ നിർത്തുന്നു. എന്ന് നിന്റെ ഒപ്പം ജീവിക്കാൻ ഒരുപാട് കൊതിച്ചു പോയ നിന്റെ മാത്രം ഫൈസി. ജോൺ, ആ വരൂ, ഇരിക്കൂ. കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞല്ലോ. തന്റെ ഈ അവസ്ഥയെ ബുദ്ധിമുട്ടിപ്പിക്കുന്നത് ശരിയല്ല എന്നറിയാം. എന്നാലും അതൊന്നും സാരമില്ല. ഞാൻ അല്ലെങ്കിലും ഈ കുട്ടിയെ കാണാൻ വേണ്ടി ഇരിക്കുകയായിരുന്നു. ഈ കുട്ടിയുടെ ഹസ്ബൻഡ് മിസ്സിംഗ് ആണെന്ന് എനിക്ക് നേരത്തെ അറിയാമായിരുന്നു. തന്റെ ഹസ്ബൻഡ് വർക്ക് ചെയ്യുന്ന അവിടെ തന്നെ മുകുന്ദൻ എന്നൊരാളുണ്ട്. ഞാനും കുറെ പേര് ഗൾഫിലൊക്കെ എന്റെ സഹായത്തോടെ എത്തിച്ചിട്ടുണ്ട്. ജീവിക്കാൻ വേണ്ടി എന്റെ മുമ്പിൽ സഹായം ചോദിക്കുന്നവരെ ഞാൻ ഒഴിവാക്കാറില്ല. അങ്ങനെ ഒരുപാട് പേരെ ഞാൻ സഹായിച്ചിട്ടുണ്ട്. അങ്ങനെയാണ് മുകുന്ദൻ സാർ എന്നെ കോണ്ടാക്ട് ചെയ്യുന്നത്. അദ്ദേഹം അവിടുത്തെ ഒരു സോഷ്യൽ വർക്കറാണ്. ആൾക്കും എന്ത് സഹായം ചെയ്തു കൊടുക്കും. അങ്ങനെയാണ് തന്റെ ഹസ്ബൻഡ് മിസ്സിംഗ് ആണെന്ന് പറയുന്നത്. അയാളൊരു ഷോപ്പിലല്ലേ വർക്കിന് പോയത്? അതെ സാർ. എന്നാൽ അയാൾ അവിടേക്കല്ല പോയത്. കൂടുതൽ പൈസ കിട്ടുമെന്ന് വാഗ്ദാനം ചെയ്ത ഒരു മലയാളിക്കൊപ്പം അയാൾ എവിടെയോ പോയി. ഇത് അയാളുടെ സ്പോൺസറാണ് പറഞ്ഞത്. ഇതിൽ എത്ര സത്യം ഉണ്ടെന്ന് അറിയില്ല. ഇല്ല സാർ, അങ്ങനെ വരാൻ വഴിയില്ല. ഇക്ക എല്ലാ കാര്യങ്ങളും കത്തിലൂടെ എന്നോട് പറയുന്നതാ. ഇതിലെന്തോ കള്ളക്കളിയുണ്ട്. എന്റെ ഫൈസി കുട്ടേട്ട, എനിക്ക് പേടിയാവുന്നു. ഇത്രയും നാളും അവന്റെ കത്ത് ഇന്ന് ഒരു നാള് വരെ ഒന്ന് പ്രതീക്ഷിച്ചിരുന്നതാ. എന്നിട്ടിപ്പോ കുട്ടി വിഷമിക്കാതെ, മുകുന്ദൻ സാറ് കാര്യങ്ങളൊക്കെ അന്വേഷിക്കുന്നുണ്ട്. തന്നോട് ഈ കാര്യം പറയാൻ വേണ്ടി ഞാൻ ഇരുന്നതാ. അപ്പോഴാ ഇങ്ങനെ ഒരു ആക്സിഡന്റ് ഉണ്ടായതും എന്റെ അവസ്ഥ ഇങ്ങനെയായതും. കരയല്ലേ മോളെ. ജോൺ, ഞങ്ങൾ ഇറങ്ങുന്നെങ്കിൽ എന്തെങ്കിലും വിവരം കിട്ടിയാ അറിയിച്ചേക്കണേ. സൈനു, എനിക്കൊരു ജോലി ശരിയായിട്ടുണ്ട്. നമ്മുടെ നല്ല കാലം തുടങ്ങാൻ പോവാ. ഇവിടെ ഇവിടെയല്ല, അങ്ങ് കുറച്ച് ദൂരെയാ, സൗദിയിൽ. പടച്ചോനെ, ഗൾഫിലോ? പടച്ചനായിട്ട് കാണിച്ചെന്ന വഴിയാ. അവിടെയുള്ള ഏതോ ഷോപ്പിലാ. ഇപ്പൊ അവിടെ കുറച്ച് ആൾക്കാരെ ആവശ്യമുണ്ടെന്ന് പറഞ്ഞു. എന്തായാലും കിട്ടിയതല്ലേ. അപ്പോ പൈസയുടെ കാര്യമോ? പോകാനൊക്കെ ഒരുപാട് പൈസ വേണ്ടായോ? അതൊന്നും നമ്മൾ അറിയണ്ട, എല്ലാവരും നോക്കിക്കോളും. പിന്നെ ശമ്പളത്തിൽ നിന്നും കുറച്ച് പിടിച്ചിട്ടേ തരൂ.
എന്നാലും സാരമില്ല, ഒരു ജോലി ആയില്ലേ. നിങ്ങളപ്പോ പോകാൻ തീരുമാനിച്ചോ? പിന്നല്ലാതെ എത്രയെന്ന് വെച്ചാ ഇവിടെ. നീ സങ്കടപ്പെടണ്ട, അവിടെ ചെന്ന് കുറച്ച് കാശുണ്ടാക്കട്ടെ. എന്നിട്ട് നമുക്ക് ഈ നാട്ടിലൊരു കൊച്ചു കട തുടങ്ങണം. ആഹാ, ചിരിക്കുന്ന കണ്ടില്ലേ? ഉപ്പച്ചി വാ വാ, രണ്ടുപേരും വാ. ഉപ്പച്ചി എങ്ങോട്ട് പോകുന്ന കാര്യാ പറഞ്ഞേ? ഉപ്പച്ചിക്ക് ഒരു വലിയ ജോലി കിട്ടി. അപ്പൊ നമ്മളെല്ലാരും അങ്ങോട്ട് പോകുമോ? ആദ്യം ഉപ്പച്ചി പോവും, അത് കഴിഞ്ഞ് നിങ്ങളെ മൂന്നാളെയും കൊണ്ടുപോകും. ഉപ്പച്ചി പോയി വരുമ്പോ എനിക്ക് പാവയെ കൊണ്ടുവരുമോ? പിന്നല്ലാതെ എന്റെ പൊന്നിന് എത്ര പാവമാണെന്ന് പറഞ്ഞാ മതി, ഉപ്പച്ചി കൊണ്ടുവന്ന് തരും. ദേ സൈനു, കരയല്ലേ? ഷേ, ഈ പെണ്ണ് എന്തിനാ കരയുന്നേ? ദേ, നിന്റെ കണ്ണ് നിറഞ്ഞു കാണാൻ ഞാൻ ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല സൈനു. ഇതൊക്കെ നമുക്ക് വേണ്ടിയല്ലേ? ദേ, വളർന്നു വരുന്ന 2 പിള്ളേരില്ലേ, അവരെ പഠിപ്പിക്കണ്ടേ? പറയുന്നതൊക്കെ ശരിയാ. എന്നാലും നിങ്ങൾ പോകുന്നു പറയുമ്പോ എന്റെ പകുതി ജീവനും കൊണ്ടാ പോകുന്നേ. ഐസി, നീ എവിടെയാ? എനിക്ക് നീ ഇല്ലാതെ പറ്റൂല. ഹലോ ജോൺ. സാർ പറയൂ. എന്തായി? എടോ, ഞങ്ങൾ അയാളെ കണ്ടെത്തി. ഓ ഗോഡ്. അത് എന്താ സാർ, എന്താന്നും മിണ്ടാത്തെ? അത് വരാൻ കുറച്ച് വൈകിപ്പോയി സാർ. അതെ, പട്ടിണി കിടന്ന ആ പാവം കണ്ടിട്ട് സഹിക്കാൻ പറ്റുന്നില്ല സാർ. ഞാനിതെങ്ങനെ പെണ്ണിനോട് പറയും? എനിക്കൊന്നും അറിയില്ലടോ. ബോഡി ഇവിടെ എത്തിക്കാനുള്ള ഏർപ്പാടൊക്കെ ഞാൻ ചെയ്യാം. ഇയാളുടെ കൂടെ ഉണ്ടായിരുന്ന അവനെയും കാണാനില്ല സാർ. ഞാനിതെങ്ങനെ? ഞാൻ എന്തായാലും ആ പെണ്ണിന്റെ വീട്ടുകാരോട് പറഞ്ഞേക്കാം.
മോളെ ഉമ്മച്ചി എല്ലാരും എന്താ ഇത്ത എന്തിനാ കരയുന്നേ? എന്തു പറ്റി? ഇതെന്താ ഇത്? എന്താ ഇത്ത? എന്നോട് പറ. മോളെ അത് സൈനു മോളെ, ഉമ്മ കുറച്ച് വെള്ളം കൊണ്ടുപോവാ. ഉമ്മച്ചി ഉമ്മച്ചി എഴുന്നേക്ക് ഉമ്മച്ചി. സൈനു മോളെ, ഉമ്മ ഇക്ക നോക്കിയ അവളുടെ കൈയൊക്കെ തണുത്തു. സൈനു മോളെ കണ്ണു തുറക്ക്. സൈനു മോളെ, ദേ ഈ കാര്യം പേടിപ്പിക്കല്ലേ മോളെ. സൈനു ഉമ്മച്ചി എന്താ? ഇത് കൊള്ളാമോ? പിന്നെ കൊള്ളാതിരിക്കുമോ? എന്റെ ഫോൺ എന്തിട്ടാലും സുന്ദരിയല്ലേ? ഉപ്പൂപ്പ ഇതെങ്ങനെയുണ്ട്? ഇഷ്ടപ്പെട്ടോ? എന്റെ ഉപ്പച്ചി എനിക്ക് വാങ്ങി തന്നതാ. പിന്നെ ഞങ്ങൾക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. ഇതിപ്പോ എത്രാമത്തെ സൈക്കിളാ എന്റെ സബീറെ? കഴിഞ്ഞ മാസം കൂടി ഒന്ന് വാങ്ങിയതല്ലേ ഉള്ളൂ. എന്റെ മോന്റെ ആഗ്രഹമല്ലേ ഉമ്മ. ഞങ്ങള് വേണമെങ്കിൽ നാളെ പുതിയ ഒരെണ്ണം കൂടെ വാങ്ങിയെന്ന് വരും. അല്ലേടാ കുട്ടാ?